ഒരു കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു, അല്ലെങ്കിൽ കൊലപ്പെടുത്തി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആള് മാറിപ്പോയി. 65 ലക്ഷത്തിൻ്റെ ക്വട്ടേഷൻ നൽകിയത് മൂത്ത മകനാണെന്ന് കൂടെ അറിഞ്ഞപ്പോൾ ഈ കാര്യം ഞെട്ടിക്കുന്നതായി മാറുന്നു. ബാംഗ്ലൂരിലാണ് ഈ സംഭവം. കർണാടകയിലെ ഗന്ദകിൽ 4 പേരെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന സംഭവമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിലെ കുടുംബാംഗം ഉൾപ്പെടെ 8 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഗഡക് ബഡ്ഗേരി മുനിസിപ്പൽ കൗൺസിൽ വൈസ് പ്രസിഡന്റ് പ്രകാശ് ബക്കേലയുടെ മകൻ വിനായക് ബക്കേലെ, ഫൈറൂസ്, വാടക കൊലയാളിയായ ജിഷാൻ, സാഹിൽ അഷ്കാഖ് ഖാജി, സൊഹൈൽ അഷ്കാഖ് ഖാജി, സുൽത്താൻ ജിലാനി ഷെയ്ഖ്, മഹേഷ് ജഗന്നാഥ് സലുങ്ക, വഹീദ് ലിയാഖത്ത് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇതിൽ വിനായകിന് മാത്രമാണ് 31 വയസ്സ്. മറ്റുള്ളവർക്കൊക്കെ തന്നെയും 19, 23, 20, 21 വയസ്സാണ്. അറസ്റ്റിലായവരിൽ വിനായകനും ഫൈറോസും ഒഴികെയുള്ള മറ്റുള്ള മഹാരാഷ്ട്രയിലെ മിറാജ് സ്വദേശികളുടെ കൊട്ടാശ സംഘമാണെന്നും പറയുന്നു. ഏപ്രിൽ 19 ഈ സംഭവം. ഏപ്രിൽ 19 മുനിസിപ്പൽ കൗൺസിൽ വൈസ് പ്രസിഡന്റും വ്യവസായിയുമായ പ്രകാശ് ബക്കേലയുടെ വീട്ടിൽ കയറി 4 പേരെ അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രകാശ് ബക്കേലയുടെ 2ാം വിവാഹത്തിലുള്ള മകൻ കാർത്തിക് ബക്കേല, ബന്ധുക്കളായ പരശുറാം ഹതിമാനി, പരശുറാമിന്റെ ഭാര്യ ലക്ഷ്മി, മകൾ ആകാംക്ഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഏപ്രിൽ 19 പുലർച്ചെ വീട്ടിലേക്ക് ഇരച്ചെത്തിയ അക്രമി സംഘം കണ്ണിൽ കണ്ടവരെയെല്ലാം വെട്ടിവീഴ്ത്തുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന പ്രകാശും 2ാം ഭാര്യ സുനന്ദയും ബഹളം കേട്ട് മുറിയെ വാതിൽ നിന്ന് പൂട്ടിയതിനാലാണ് രക്ഷപ്പെട്ടത്. ഇവർ പോലീസിനെ വിവരം അറിയിച്ചു. ഇതോടെ അക്രമി സംഘം കടന്നു കളയുകയായിരുന്നു. പ്രകാശിന്റെ ആദ്യ ഭാര്യയിലുള്ള മകനാണ് കേസിലെ 1ാം പ്രതിയായ വിനായക് ബക്കേല. ഇയാൾ മഹാരാഷ്ട്രയിൽ നിന്നുള്ള അക്രമി സംഘത്തിന് കൊട്ടേഷൻ നൽകിയെന്ന് പോലീസ് പറയുന്നുണ്ട്. അച്ഛൻ പ്രകാശിനെയും 2ാമമ്മയായ സുനന്ദയെയും സഹോദരൻ കാർത്തിക്കിനെയും കൊല്ലാനായിരുന്നു വിനായക് കൊട്ടേഷൻ നൽകിയത്. 65 ലക്ഷം രൂപ കൊട്ടേഷൻ തുക. ഇതിൽ 2 ലക്ഷം രൂപ അഡ്വാൻസും നൽകി. എന്നാൽ സംഭവ ദിവസം കാർത്തിക്കിന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ബന്ധുക്കളും ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു. കോപ്പാൽ സ്വദേശി പരശുറാമും കുടുംബവും വിവാഹ നിശ്ചയം ചടങ്ങിൽ പങ്കെടുത്ത് മടക്കയാത്ര ട്രെയിൻ കിട്ടാത്തതിനാൽ അന്നേ ദിവസം പ്രകാശിന്റെ വീട്ടിൽ തന്നെ തങ്ങി. തുടർന്ന് ക്വട്ടേഷൻ സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോൾ ആദ്യം കണ്ടത് പരശുറാമിനെയും ഭാര്യയും മക്കളെയുമായിരുന്നു. പ്രകാശ് ബക്കേലയും കുടുംബവുമാണെന്ന് തെറ്റിദ്ധരിച്ച് ക്വട്ടേഷൻ സംഘം ആളുമാറിയാണ് ഇവരെ വെട്ടിക്കൊന്നത്. പിന്നാലെ വീട്ടിലുണ്ടായിരുന്ന കാർത്തിക്കിനെയും പ്രതികൾ പിടികൂടുകയായിരുന്നു. അച്ഛൻ പ്രകാശ് ബക്കേലയുമായുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുമായുള്ള വസ്തുത വിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കമാണ് വിനായകിനെ ക്വട്ടേഷൻ നൽകാനായി പ്രേരിപ്പിച്ചത്. ആദ്യ ഭാര്യയിലെ മകനായ വിനായകിന്റെ പേരിൽ ഒട്ടേറെ വസ്തുക്കൾ പ്രകാശ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നുണ്ട്. 3 മാസം മുൻപ് ഇതിലൊരു വസ്തു പിതാവിനെ അറിയിക്കാതെ വിനായക് വിൽപ്പനയും നടത്തി. ഇക്കാര്യം അറിഞ്ഞതോടെ പ്രകാശ് മകനെ ശകാരിക്കുകയും ഇനിയൊരു വസ്തുത വിൽപ്പന നടത്തുന്നതെന്ന് താക്കീത് നൽകുകയും ചെയ്തു. ഇതേ തുടർന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിനായകിനെ ക്വട്ടേഷൻ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് ഇക്കാര്യങ്ങളൊക്കെ തന്നെയും വെളിപ്പെടുത്തുന്നുണ്ട്. അച്ഛനെയും 2ാമമ്മയും സഹോദരൻ കാർത്തിക്കിനെയും കൊലപ്പെടുത്താനായിരുന്നു വിനായകിന്റെ പദ്ധതി. ഇതിനാൽ ഗഡകരിലെ യൂസ്ഡ് കാർ ഡീലറായ ഫൈറോസിനെയാണ് വിനായക് ആദ്യം ബന്ധപ്പെട്ടത്. ഇയാൾ മുഖേന മഹാരാഷ്ട്രയിലെ മിറാജിൽ നിന്ന് ക്വട്ടേഷൻ സംഘത്തെ ഏർപ്പാടാക്കി. ആകെ 65 ലക്ഷം രൂപയ്ക്കായിരുന്നു ക്വട്ടേഷൻ ഉറപ്പിച്ചത്. ഇതിൽ 10 ലക്ഷം രൂപ അഡ്വാൻസായി നൽകണമെന്നായിരുന്നു കരാർ. എന്നാൽ 2 ലക്ഷം മാത്രമാണ് വിനായക് അഡ്വാൻസായി നൽകിയത്. കവർച്ചയ്ക്കിടെ നടന്ന കൊലപാതകമെന്ന രീതിയിൽ പദ്ധതി നടപ്പാക്കാനായിരുന്നു പ്രതികളുടെ തീരുമാനം. വീട്ടിൽ നിന്ന് കിട്ടുന്ന പണവും ആഭരണങ്ങളും എല്ലാം കൊണ്ടുപോകാനും ക്വട്ടേഷൻ സംഘത്തിന് വിനായക് അനുമതി നൽകിയിരുന്നു. തുടർന്ന് ഏപ്രിൽ 19 പദ്ധതി നടപ്പിലാക്കാൻ പ്രതികൾ ബന്ധുക്കളായ പരശുറാം കുടുംബവുമൊക്കെ പ്രകാശിന്റെ വീട്ടിലുണ്ടായിരുന്ന സമയം ക്വട്ടേഷൻ അറിയാതെ തന്നെ ചെയ്യുകയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.